പോഷൺ പക്വാഡയുടെ ഭാഗമായി ഏപ്രിൽ 19-ാം തീയതി സംഘടിപ്പിക്കേണ്ട പരിപാടികളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അന്നേ ദിവസം 2 പരിപാടികളാണ് സംഘടിപ്പിക്കാനുള്ളത്. 2 പരിപാടികളും ഓൺലൈനായിട്ടാണ് സംഘടിപ്പിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ പരിപാടി അങ്കണവാടി പ്രദേശത്തെ 0 to 6, 6 to 3 കുട്ടികളുടെ അച്ഛന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സംഘടിപ്പിക്കേണ്ടത്. കുട്ടികളുടെ വളർച്ചയിൽ പുരുഷന്മാരുടെ പങ്കിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയാണ് ഈ ഒരു പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ പരിപാടിയുടെ ഭാഗമായി അച്ഛന്മാർ കുട്ടികളെ പരിചരിക്കുന്നതിന്റെ ഫോട്ടോയോ വീഡിയോയോ ചിത്രീകരിച്ച് വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കുകയാണ് വേണ്ടത്. ഈ പരിപാടി ജനന്തോളം ഡാഷ്ബോർഡിലെ പ്ലേ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഇൻ ഏർലി ഇയേഴ്സ് എന്ന തീമിൽ സെഷൻ ഓൺ ഇൻവോൾവ്മെന്റ് ഓഫ് മെയിൽ കെയർ ഗീവേഴ്സ് ഇൻ ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന ആക്ടിവിറ്റി ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. അന്നേ ദിവസത്തെ രണ്ടാമത്തെ പരിപാടി മൈ ഫാമിലി ടൈം ക്യാമ്പയിനിങ് ആണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നോ സ്ക്രീൻ അവർ ക്യാമ്പയിനിങ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റൊരു പരിപാടിയാണ് മൈ ഫാമിലി ടൈം ക്യാമ്പയിനിങ്. കുട്ടികളിലെ സ്ക്രീൻ ടൈം കുറക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കേണ്ടത്. ഈ പരിപാടിയുടെ ഭാഗമായി എല്ലാ അവധി ദിവസങ്ങളിലും ഒരു നിശ്ചിത സമയം വീട്ടിലെ എല്ലാ അംഗങ്ങളും മൊബൈല്, TV, ടാബ്ലറ്റ്, കമ്പ്യൂട്ടർ തുടങ്ങിയ എല്ലാ ഡിജിറ്റൽ ഉപകരണങ്ങളും പൂർണ്ണമായും മാറ്റിവെച്ച് കുടുംബത്തോടും കുട്ടികളോടുമൊപ്പം സമയം ചെലവഴിക്കുക എന്നതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു നിശ്ചിത സമയം വിവിധ തരത്തിലുള്ള കളികളിൽ ഏർപ്പെടുന്നതിനോ പൂന്തോട്ട പരിപാലനം, അടുക്കളത്തോട്ട നിർമ്മാണം പോലെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനോ അതല്ലെങ്കിൽ ആർട്ട്, ക്രാഫ്റ്റ് പോലെയുള്ള ക്രിയാത്മകവും സർഗാത്മകവുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനോ അതുമല്ലെങ്കിൽ കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നതിനും മറ്റുമായി ഈ ഒരു സമയം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ പരിപാടി ജനന്തോളം ഡാഷ്ബോർഡിൽ റോൾ ഓഫ് പാരന്റ് ആൻഡ് കമ്മ്യൂണിറ്റി ഇൻ മിനിമൈസിംഗ് സ്ക്രീൻ ടൈം എന്ന തീമിൽ ക്യാമ്പയിൻ ഓൺ നോ സ്ക്രീൻ അവർ ഓർ ഫാമിലി പ്ലേ ടൈം എന്ന ആക്ടിവിറ്റി ആയിട്ടാണ് ഈ പരിപാടി രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ അന്നേ ദിവസം ഈ 2 പരിപാടികളാണ് സംഘടിപ്പിക്കേണ്ടത്. വരും ദിവസങ്ങളിലെ പരിപാടികളുടെ വിശദാംശങ്ങൾ തുടർന്നുള്ള വീഡിയോകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.